ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി തന്നെയായിട്ടാണ്. ഞാൻ മുന്നേ 2 പ്ലം കേക്കിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഓവൺ ഉപയോഗിച്ചിട്ടും അതുപോലെ ഒന്ന് ഓവൺ ഇല്ലാതെയുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ ഈ ഒരു പ്ലം കേക്ക് മുട്ട ചേർക്കാതെയുള്ള ഒരു പ്ലം കേക്കാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ്. സാധാരണ പ്ലം കേക്ക് പോലെ ഒരുപാട് നേരം സോക്ക് ചെയ്ത് വെക്കുന്നതല്ല. ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരി ജ്യൂസിലാണ് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഈ ഒരു മുന്തിരി വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്ത് അതിൻ്റെ ജ്യൂസാണ്. അതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത മുന്തിരി, അതുപോലെ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, ടൂട്ടി ഫ്രൂട്ടി, പിന്നെ നമുക്ക് നട്ട്സ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. നട്ട്സ് അവസാനമാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്കായി വരട്ടെ. നട്ട്സും ഞാൻ ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് പാല് വേണം ബട്ടർ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് 1 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കരിയിച്ചെടുക്കാം. അതിനായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഞാൻ ചുവട് കട്ടിയുള്ള ഒരു പാനിലിട്ടിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നമുക്കിതിൻ്റെ കളറ് മാറി വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു രീതിക്ക് കളറായാൽ നമുക്കിതിലേക്ക് തിളച്ച 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 1/2 കപ്പ് ആകുന്നത് വരെ ഒന്ന് കുറുകി വരട്ടെ. ഇതൊക്കെ ഞാൻ മുന്നേ പ്ലം കേക്കിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇത് കരിഞ്ഞു പോകാൻ പാടില്ല, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. നമുക്ക് മറ്റൊരു 1/2 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാരയും പിന്നെ 2 ഏലക്ക, 2 ഗ്രാമ്പു, 2 പീസ് പട്ട, പിന്നെ ഇതുണ്ടല്ലോ ജാതിക്കയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത്, ഒരു 1/4 ടീസ്പൂണോളം. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടിയിട്ട് ഈ ഒരു പഞ്ചസാരയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റിയേക്കാം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട് മുന്തിരി ജ്യൂസിൽ. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു ജ്യൂസൊക്കെ ഒന്നങ്ങ് പിഴിഞ്ഞതിന് ശേഷം ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ ഡ്രൈ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂണോളം മൈദമാവ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലം കേക്കിൻ്റെ അടിയിൽ പോയി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ കേക്കിൻ്റെ എല്ലാ വശത്തും ഒരുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, ഞാൻ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടിന്നൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മൈദമാവ് ഇട്ടിട്ട് തട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് പെട്ടെന്ന് തന്നെ ഇളകിപ്പോരും ബേക്ക് ആയതിന് ശേഷം. അല്ലെങ്കിൽ നിങ്ങൾ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇനി നമുക്ക് അടുത്തായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം. ഒരു 1/2 കപ്പ് മൈദമാവാണ് എടുക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പാണ്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും അതുപോലെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും ഇട്ടിട്ട് 2-3 തവണ ഒന്ന് അരച്ചിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ മുമ്പ് ബേക്കറി സ്റ്റൈലുള്ള ഒരു പ്ലം കേക്കും അതുപോലെ തന്നെ സോസ് പാൻ വെച്ചിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു എഗ്ലെസ് പ്ലം കേക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു എഗ്ലെസ് പ്ലം കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു വലിയൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ ഇതുപോലെ ഇളക്കിയിട്ട് പിന്നെ അതിന് ശേഷം നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക കൂടിയിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്കയുടെ അതുപോലെ പട്ടയുടെ ഒക്കെ പൗഡർ മാത്രം സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പഞ്ചസാര മാത്രമായിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിൽ ഓയിലല്ല ചേർക്കുന്നത്. മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതിൽ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ ഒരു 1/2 കപ്പ് മെൽറ്റഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബട്ടർ താല്പര്യമില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒക്കെ ചേർക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാരമലൈസ് ചെയ്തതിൻ്റെ കളർ അനുസരിച്ചിരിക്കും നമ്മുടെ കേക്കിൻ്റെ കളറ്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ടിടാം. അപ്പോൾ ഓറഞ്ചിൻ്റെ ഉൾഭാഗത്തുള്ള ആ ഒരു വൈറ്റ് പെടാതെ ശ്രദ്ധിക്കുക.
ആ മുകളിലുള്ള ഗ്രീൻ കളർ മാത്രമായിട്ട് ചെയ്യാം. ഇനി അടുത്തത് നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നേരത്തെ അരച്ച് വെച്ചിരുന്ന മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പും കൂടിയിട്ടുള്ളത് ഇതിലേക്ക് കുറച്ചായിട്ടിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടണം. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ആവാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. സാധാ നമ്മുടെ കേക്ക് ബാറ്ററിനേക്കാളും കുറച്ചുകൂടി ഒരു തിക്കായിട്ടാണ് ഈ ഒരു കേക്ക് ബാറ്റർ ഉണ്ടാവുക. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ മൈദമാവിൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബേക്കിംഗ് ടിന്നിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 10 മിനിറ്റ് ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത ഓവണിലേക്ക് ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മിനിറ്റ് എടുത്തു ഈ ഒരു കേക്ക് ബേക്കായിട്ട് വരാൻ. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കും ബേക്കിംഗ് ടൈം. അതുപോലെ നിങ്ങളെടുക്കുന്ന പാനിൻ്റെ സൈസിനൊക്കെ അനുസരിച്ചിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു 25 മിനിറ്റൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കുറച്ച് സമയം കൂടി വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഓവൺ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് സോസ് പാനിൽ ഒഴിച്ചിട്ട് ചെയ്യാം. അതുപോലെ കുക്കറിൽ നമ്മളൊരു തട്ട് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന മെത്തേഡും കാണിച്ചിട്ടുണ്ട്. അതുപോലെയും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഓവണിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 35 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കേക്ക് നല്ല ബേക്കായി വന്നിട്ടുണ്ട്. അടിവശമൊക്കെ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ബട്ടർ നന്നായിട്ട് ഇത് ചെയ്തതുകൊണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് 1-2 ആഴ്ചയൊക്കെ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനായിട്ടും പറ്റും. അപ്പോൾ ഈ ഒരു കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ചുവന്ന സബ്സ്ക്രൈബ് എന്നെഴുതിയത് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാൻ കഴിയും. താങ്ക്